ഇതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ട്. ഒരു പ്രാവശ്യം പപ്പ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇവള് 2-2.5 വയസ്സ് തൊട്ടിലി കിടക്കും. അന്ന് ഇവള് തൊട്ടിൽ കിടന്ന് വിളിച്ച് ഈ പപ്പ എന്തോ ഒച്ചത്തിൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാണ്. അത് കേട്ട് ഇവളൊന്ന് പേടിച്ച് കരഞ്ഞ് കുറച്ച് 2 ദിവസം പനിയൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയില്ല, തിരിച്ചറിയാതൊക്കെ ആയാ 2.5 വയസ്സിൽ പിന്നെ എങ്ങനെ കാര്യങ്ങളറിയും, അത് ആ ഒരു പ്രായത്തിൽ. പക്ഷേ അന്ന് പേടിച്ച് പനി വന്നു. ഒരു 3-4 ദിവസം പനി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാറി. പക്ഷെ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അറിയാം, എനിക്ക് ആ പാട് ഒരെണ്ണേ ഉള്ളൂ, ഒരു പെങ്ങളെ ഉള്ളൂ. എനിക്ക് വേറെ ഉണ്ടെന്നൊന്നുമില്ല. പറയാക്കൂല, നിനക്കൊരു ബോധമില്ല, സ്ഥലകാല ബോധമില്ലാതെ നീ വിളിച്ചു. ആ നീ എല്ലാം നീ അങ്ങ് ചെയ്യും, അവളെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ട. രാവിലെ എണീറ്റ് നിനക്ക് വായിച്ചിട്ട് ഓഫ് ചെയ്യാം ബൾബ്. അതുപോലെ രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടി സ്കൂട്ടറിൽ കയറി ഇരുന്നിട്ട് ലില്ലി അതിട് ഇതിടുന്ന് പറഞ്ഞ് പറയാതെ എല്ലാം നോക്കിയെടുത്ത് വെച്ചോ ഇപ്പോഴേ കേട്ടാ. ലാത്തിയും ഹെൽമെറ്റും എല്ലാം എടുത്ത് വെച്ചോ. ഇത് തുമ്പപ്പൂ പോലെ ഇരിക്കുകയാണല്ലോ ഇത്. എനിക്ക് വയ്യ, അടിപൊളി. ആ പിന്നെ കഴിച്ചോ, നീ കഴിച്ചു. ഇരിക്ക, നീ കഴിക്കും. കള്ളുണ്ടായിരുന്നു, നല്ല മണം. ഈസ്റ്റിന്റെ മണം അല്ലേ? ആ കളവോ സൂപ്പർ. ദൈവമേ, എനിക്കിനി മരിച്ചാലും വേണ്ടിയില്ല. ആദ്യമായിട്ട് ഞാൻ വെച്ച കറി കൊള്ളാന്നേട്ടൻ പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമല്ല, ഈ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അത് സ്നേഹക്കുറവുണ്ടെന്നല്ല, എനിക്കങ്ങനെ തോന്നാറില്ല. വേണ്ട കഴിച്ചോളാം, പിന്നെ ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട, നല്ല കറി. നീ വേണേ കുറച്ച് അവനോട് കൂടെ കൊടുക്കും. ആർക്ക്? എന്റെ കൂടെപ്പിറപ്പിന്. സത്യം, കൂടെപ്പിറപ്പ് എപ്പോഴും കൂടെപ്പിറപ്പ് തന്നെ. ചേട്ടാ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ബോധം കെട്ട് കിടന്നപ്പോ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞത്? എനിക്ക് എന്തേലും സംഭവിച്ച പോലെ ക്ലീറ്റോ ചേട്ടൻ ഉത്തരത്തിൽ കെട്ടിട്ടൊന്ന് ചാവുമെന്ന്. എടി അതൊക്കെ അവൻ ചുമ്മാ ഉത്തരത്തിൽ കെട്ടിട്ടൊന്ന് ചാവാനുള്ള ധൈര്യം അവനില്ല. നീ എന്താ പറഞ്ഞ? ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ കാര്യം. എന്തോന്നു? ഞാൻ ബോധം കെട്ട് കിടന്നപ്പോഴേ അവൻ അങ്ങനെ പറഞ്ഞു. നിന്നോടാര് പറഞ്ഞു? ആര് പറയാ, ഞാൻ കേട്ടതല്ലേ. എപ്പോ? ബോധം കെട്ട് കിടന്നപ്പോ. ബോധം കെട്ട് കിടന്നപ്പോ? അയ്യോ അയ്യോ നാഗവല്ലി, നീ ആള് കൊള്ളാലേ. ഞാൻ അങ്ങനെ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടെ വലിച്ചു കയറി എന്നെ ഭിത്തിയിൽ ഒട്ടിച്ചേരാ. ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു DSP സാറുണ്ട്, പുള്ളൊരു സിനിമാക്കാരനാ. നിനക്ക് അതിനകത്തൊരു വേഷം ഒപ്പിക്കാൻ കിടക്കുന്നേ വേണ്ടി ചെയ്തു പറയല്ലേ അവരോട്. അയ്യോ അപ്പൊ പേടിച്ച് ഞങ്ങളൊക്കെ മണ്ടന്മാര്. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ കഴിക്കണം, ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരണ വയ്ക്കാൻ മാധവന്റെ കടയിൽ നിന്ന് 2 ദോശ അയച്ചിട്ടിരുന്ന അവിടെ ചെന്നിട്ട് പേഴ്സ് എടുത്തൊന്ന് വെറുതെ ഇങ്ങനെ നോക്കിയതാ. ഇന്നലെ നിങ്ങൾ ഈ പേഴ്സിൽ 110 രൂപ ഉണ്ടല്ലേ? ഇപ്പൊ 10 രൂപയുള്ളൂ, 100 രൂപ കാണാനില്ല. നിങ്ങളറിയില്ല 100 രൂപ എടുത്താ? എടുത്താ?